ഇന്നത്തെ വീഡിയോ ഒരു ഇൻസ്പിറേഷൻ വീഡിയോ അല്ല പുക. അപ്പൊ ഈ പുകയുന്ന വീട് എങ്ങനെ ഉണ്ടാക്കാന്ന് കാണിച്ചു തരാം. കൃത്യം 4 മാസം മുമ്പാണ് ഞാൻ അവസാനമായിട്ട് ക്ലേ വെച്ചത്. ഇതാണ് എന്റെ ഇൻസ്പോ എന്ന് പറയുകയാണെങ്കിൽ കടൽ ക്ലൗഡ് ഉണ്ടാക്കിയ ഒരു വീടാണിത്. അത് പുകയുന്ന വീട്. അപ്പോൾ അത് ട്രൈ ചെയ്യാനൊരു ഉള്ളിൻ്റെ ഉള്ളിലൊരു മോഹം. ആ മോഹത്തിന്റെ പേരിൽ പോയിട്ട് സോയിൽ ക്ലേ ഒക്കെ എടുത്തിട്ട് വന്നിട്ട് ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ ഇത്. പക്ഷെ ഉണ്ടല്ലോ, അത്ര ഭംഗിയിലൊന്നും ആയില്ല. ഞാൻ വിചാരിച്ചൊരു പെർഫെക്റ്റ് ഈ ഒരു ക്രാഫ്റ്റിന് എനിക്ക് കിട്ടിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. കിട്ടിയിട്ടേ ഇല്ല, കാരണം അത്ര ക്ലേ എന്നോട് സഹകരിച്ചിട്ടില്ല. എന്തായാലും ഒരു തട്ടിക്കൂട്ടൊരു വീടൊക്കെ ഞാൻ ആക്കി ഒക്കെ എടുത്തിട്ടുണ്ട്. 1.5 മണിക്കൂറിന്റെ കഷ്ടപ്പാടാണ് മക്കളെ. ആ ഒരു കഷ്ടപ്പാടിന് എന്തെങ്കിലൊക്കെ ഒന്ന് ചെയ്യാം. ലൈക്കോ കമന്റോ സബ്സ്ക്രൈബോ അങ്ങനെയൊക്കെ. പിന്നെ നമ്മുടെ ഗീവ് അവേയുടെ കാര്യം മറക്കണ്ട. ഫസ്റ്റ് തന്നെ ഞാൻ ഉണ്ടാക്കിയത് ഈ ഒരു തറയാണ്. അത് നന്നായിട്ട് പരത്തി കൂട്ടിയിട്ട് വീടുണ്ടാക്കിയിട്ട് അതിന്റെ മണ്ടക്കാട് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയുള്ള പരിപാടി പെയിന്റിംഗ് ആണ്. പെയിന്റിങ് അത്ര പോരാന്ന് വേണമെങ്കിൽ പറയാം, കാരണം കളറൊക്കെ കണ്ടോ, ഏതോ ഒരു ജാമ്പുവാന്റെ കാലത്തുള്ള എന്തൊക്കെയോ ആക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും പുകയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചൊന്നുമല്ല, കുറച്ച് ഇമ്മനി കഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഈ പെയിന്റ് ഒന്ന് ഉണങ്ങാൻ വേണ്ടി കാത്തോണ്ട് അത്ര ഭംഗിയൊന്നും കിട്ടിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ അടുത്ത് കർപ്പൂരം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്താട്ടി, കൊതുക് തിരി വളച്ചും തിരിച്ചും ഒരു ക്യാൻഡിലിന്റെ ബേസിലാണ് കൊണ്ട് വെച്ചെടുത്ത് പുകച്ചു വെച്ചു. അത് പ്ലാൻ ചീറ്റിപ്പോയി. പിന്നെ എങ്ങനെ വെച്ചു?